ഹലോ മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. അപ്പോൾ മക്കളെ, നാളെയാണല്ലേ നമ്മുടെ LSS എക്സാം. എല്ലാ മക്കളും അടിപൊളിയായിട്ട് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു ഫൈനൽ ടച്ച് ആണ് അല്ലേ. മിസ് ഇതാണ്ട് ഇന്ന് വന്നിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻ ഇതാ നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഈ ഓരോ ക്വസ്റ്റ്യൻസും അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വേണം നമ്മുടെ എക്സാമിന് പോകാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത ഒരു സസ്യം ഏതാണ്? ആൻസർ എന്താണ്? ദ പ്ലാന്റ് ദാറ്റ് പ്രൊഡ്യൂസ് ഫ്രൂട്ട് ബട്ട് ഡസ് നോട്ട് ഹാവ് സീഡ്സ്. ആൻസർ എന്താണ് മക്കളെ? വാഴ അല്ലെങ്കിൽ പ്ലാന്റെയിൻ ട്രീ ആണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. വാഴപ്പഴം നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ആ വാഴപ്പഴം എന്ന് പറഞ്ഞാൽ എന്താണ്? വാഴയുടെ ഫ്രൂട്ടാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണ്? നമുക്ക് വിത്ത് കാണാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സുഗന്ധവ്യഞ്ജനങ്ങൾ മക്കൾ കേട്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ കുരുമുളകുണ്ട്, ഏലമുണ്ട്, അത് അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ കുരുമുളകാണ്. അങ്ങനെയാണെങ്കിൽ ഈ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറ്റവും വില കൂടിയത് ഏതാണ്? ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുങ്കുമപ്പൂവാണ്. അത് കൂട്ടുകാർക്ക് മിസ് പറയാതെ തന്നെ പെട്ടെന്ന് ഓർമ്മ വരൂലേ? ഈ കുങ്കുമപ്പൂവിന് എന്താണ് ഭയങ്കര പൈസയാണെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും. എങ്കിൽ പറയടാ, സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? രാജാവ് കുരുമുളകാണ്. പക്ഷെ നമുക്കൊരു രാജാവ് ഉണ്ടെങ്കിൽ ഒരു റാണിയും വേണമല്ലോ. റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? ഏലമാണ്. അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഔഷധ സസ്യങ്ങളെ പറ്റി മക്കൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഔഷധ സസ്യങ്ങൾ എന്താണ്? നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീട്ടിലെ പറമ്പിൽ തന്നെ എന്താണ് കുറേ ഔഷധ സസ്യങ്ങളുണ്ട്. ഈ ഔഷധ സസ്യങ്ങളിലെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കൃഷ്ണ തുളസിയാണ്. അപ്പോൾ തുളസി എന്ന് മാത്രം എഴുതരുത്, കൃഷ്ണ തുളസി എന്ന് എഴുതാൻ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ പറയുന്ന മഞ്ഞപ്പിത്തത്തിന് ഉത്തമ ഔഷധമായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏതായിരിക്കും? മഞ്ഞപ്പിത്തം അങ്ങനെ ഒരു രോഗം വരുവാണെങ്കിൽ നമ്മൾ ഏത് ഔഷധ സസ്യമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിൻ്റെ ചിത്രം മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പേരും കൂടി ഓർത്ത് വെക്കുക. കീഴാർ നെല്ലി എന്നാണ് കേട്ടോ. അപ്പം മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ മക്കൾ കീഴാർ നെല്ലി എന്ന് പറയുന്ന ഔഷധ സസ്യം ഓർമ്മയിലുണ്ടാവണം. ഇനി അടുത്തത്, കീടങ്ങളെ നശിപ്പിക്കുന്നതിന് പ്രത്യേകം കഴിവുള്ള ഔഷധ സസ്യത്തിൻ്റെ പേരെന്താണ്? കീടങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ജേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഔഷധ സസ്യത്തിൻ്റെ പേരാണ് ആര്യവേപ്പ് എന്ന് പറയുന്നത്. മക്കളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ എന്താണ് ആര്യവേപ്പിൻ്റെ വലിയൊരു മരം ഉണ്ടാവും അല്ലേ. ഇനി അടുത്തത് ത്രിഫല എന്നറിയപ്പെടുന്നത്. ഇതിൽ നമുക്കറിയാം 3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പം 3 എണ്ണം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ത്രിഫല എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നത്. ഏതൊക്കെയാണ്? കടുക്ക, നെല്ലിക്ക, താനിക്ക. ഓക്കെ. അപ്പോൾ കടുക്ക, നെല്ലിക്ക, താനിക്ക എന്നിവ കൂട്ടിച്ചേരുമ്പോഴാണ് നമ്മളതിനെ ത്രിഫല എന്ന് വിളിക്കുന്നത്. അവയുടെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. മക്കൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം കേട്ടോ. അടുത്തത്, പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യത്തിൻ്റെ പേരെന്താണ്? ആൻസർ നമുക്ക് സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം എന്ന് പറഞ്ഞാൽ മുളയാണ്. ഈ മുളയ്ക്ക് പിന്നെയും കുറച്ച് പ്രത്യേകതകളുണ്ട്. അതെന്താണ്? ഒരിക്കൽ മാത്രമേ പൂക്കത്തുള്ളൂ. അത് പൂത്ത് കഴിഞ്ഞാൽ എന്താണ്? അത് ചോടോടുകൂടെ നശിക്കുകയും ചെയ്യൂലേ. അപ്പോൾ അത് പൂത്ത് കഴിഞ്ഞിട്ടൊരു വിത്തുണ്ടാവും. ആ വിത്താണ് നമ്മൾ മുളയരി എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത്, കേരളത്തിൽ ചന്ദനമരക്കാടുള്ള ഏക പ്രദേശം. കേരളത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത് എവിടെയാണ്? നമ്മുടെ ഇടുക്കി ജില്ലയിലാണ്. സ്ഥലത്തിൻ്റെ പേര് മറയൂർ എന്നാണ്. അത് മറന്നു പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങു വിളയുടെ പേരെന്താണ്? നമ്മൾ കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കിഴങ്ങു വിള എന്ന് പറഞ്ഞാൽ മരച്ചീനിയാണ്, ടാപ്പിയോക്കയാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവണം. ഇനി അങ്ങനെയാണെങ്കിൽ കേരളം മാത്രം പോരാ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള മക്കൾ ഓർത്ത് വെക്കുക. കിഴങ്ങു വിളയായിരുന്നു നമ്മൾ കേരളത്തിൻ്റെ കേസിൽ പഠിച്ചത്. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ പറയണം റൈസ് അല്ലെങ്കിൽ നെല്ലാണ്. ഇനി ലോക നാളികേര ദിനം. ഇനി നമുക്ക് കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മയിലുണ്ടാവണം. ലോക നാളികേര ദിനം, വേൾഡ് കോക്കനട്ട് ഡേ എന്നറിയപ്പെടുന്നത് സെപ്റ്റംബർ 2 ആണ്. മറന്നു പോകരുത്. അങ്ങനെയാണെങ്കിൽ ദേശീയ കർഷക ദിനം, നാഷണൽ ഫാമേഴ്സ് ഡേ എന്ന് പറയുന്നത് ഡിസംബർ 23 ആണ്. അതും ഓർത്തു വെക്കുക കേട്ടോ. ഇനി പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള പക്ഷിയുടെ പേരെന്താണ്? നമുക്കറിയാം പക്ഷികൾ എന്താണ് സാധാരണഗതിയിൽ ഈ മുട്ടയിടുന്നത് നമ്മൾ അറിയാം അല്ലേ. പക്ഷെ പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പക്ഷി ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ പക്ഷിയാണ് നമ്മുടെ പ്രാവ് അല്ലെങ്കിൽ നമ്മൾ പീജിയോൺ എന്നൊക്കെ നമ്മൾ പറയൂ കേട്ടോ. ഇനി അടുത്തത്, സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത് ആരാണ്? ആരാണ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്? നമ്മുടെ സ്വന്തം കൈതച്ചക്കയാണ്. കൈതച്ചക്ക ഇഷ്ടമല്ലാത്ത മക്കളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കൈതച്ചക്ക ഇനി കഴിക്കുമ്പോൾ സ്വർഗീയ ഫലം എന്ന് കൂട്ടുകാരെ ഓർത്തിരിക്കുക. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ അസ്ഥിയില്ലാത്ത അവയവം ഏതാണ്?
മനുഷ്യ ശരീരത്തിൽ അസ്ഥിയില്ല, ബോണൊന്നുമില്ലാത്ത ഒരു ഓർഗനാണ് നമ്മുടെ സ്വന്തം നാക്ക് എന്ന് പറയുന്നത്. നാക്ക് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ചലിപ്പിക്കാൻ പറ്റൂട്ടെ. ഈ നാക്ക് ചലിപ്പിക്കാൻ നമുക്കൊന്നും ഒരു സംസാരിക്കാൻ പോലും പറ്റത്തില്ല. അപ്പം അസ്ഥി ഇല്ലാത്ത ഒരു അവയവം എന്ന് പറഞ്ഞാൽ മക്കൾ നാക്ക് എന്ന് ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ തലയോട്ടിയിലെ ചലിപ്പിക്കാവുന്ന ഒരു അസ്ഥി, തലയോട്ടിയിൽ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു അസ്ഥിയാണ് നമ്മുടെ താടിയെല്ല്, അല്ലെങ്കിൽ നമ്മൾ പറയും ജോബോൺ എന്ന് പറയും. അതും മറന്നു പോവരുത് കേട്ടോ. ഇനി ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഷഡ്പദം ഏതാണെന്ന് ചോദിച്ചാൽ മക്കൾ പറയുക ഡ്രാഗൺ ഫ്ലൈ അല്ലെങ്കിൽ തുമ്പിയാണ്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ദേശീയ ഗാനം ആലപിക്കുന്നതിന് നിശ്ചിതപ്പെടുത്തിയ സമയം എത്രയാണ്? എത്ര സെക്കൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ദേശീയ ഗാനം പാടി തീർക്കേണ്ടത്? എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡാണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇതാണ്ട് 20 ക്വസ്റ്റ്യൻ ഇതാ വെറും കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മക്കളെല്ലാവരും ഈ ഒരു ചോദ്യം നല്ല രീതിയിൽ പഠിച്ച് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം എക്സാമിന് എഴുതാൻ കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ LSS കിട്ടട്ടെ. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.